നമസ്കാരം. പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് അങ്ങനെയാണ്. തനിക്കൊരാളോട് വിദ്വേഷം തോന്നിയാൽ ഏതറ്റം വരെ പോയി അയാളെ തളയ്ക്കാൻ, അയാളെ പൂട്ടാൻ ഏത് തന്ത്രവും പിണറായി പ്രയോഗിക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിൽ അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. പിണറായി വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മന്ത്രമോതുന്നവർ പറഞ്ഞു കൊടുക്കുന്നത് ആ പ്രവൃത്തിയോടെ അയാൾ തീർന്നെന്നാണ്. പിന്നീട് അയാൾക്ക് എന്തു സംഭവിക്കുന്നു എന്ന് പിണറായി അറിയുന്നില്ല എന്ന് മാത്രം. ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യവും അറിയാത്ത ഏക വ്യക്തി നമ്മുടെ മുഖ്യമന്ത്രിയാവും. കാരണം അദ്ദേഹം യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു സ്വപ്ന സഞ്ചാരിയായി തൻ്റെ മഹത്തായ പദവിയിൽ അഭിരമിച്ച് ആനന്ദിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് കള്ളക്കേസുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ കഴിഞ്ഞാൽ താൻ ജയിച്ചു എന്ന് പിണറായി കരുതുന്നു. പിണറായി മാത്രം കരുതുന്നു. അല്ലെങ്കിൽ തലയ്ക്ക് അല്പമെങ്കിലും മൂളയുള്ള ഒരു ഭരണാധികാരി എടുക്കുന്ന തീരുമാനമാണോ ഒരു പൊതുപ്രവർത്തകനെ, അതും അയാൾ പങ്കെടുത്ത ഒരു പൊതുസമരത്തിൻ്റെ പേരിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത് നാടകീയമായി തിരുവനന്തപുരത്ത് എത്തിക്കുക എന്ന് പറയുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത രീതി നോക്കുക. രാവിലെ വീട്ടിൽ കിടന്നുറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വീട് പോലീസ് വളയുകയാണ്. കതകിലും ജനാലയിലും ഒക്കെ അടിച്ച് തുറക്കുകയാണ്. അമ്മ എണീറ്റ് വന്നപ്പോൾ രാഹുൽ എവിടെയെന്ന് ചോദിക്കുന്നു. അമ്മ പതറും, അമ്മ വേദനിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നേരെ മുകളിലത്തെ നിരയിൽ പോയി രാഹുലിനെ പൊക്കിക്കൊണ്ടുപോരുന്നു. ഓർക്കണം, ഒരാഴ്ചയിലധികമായി പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ചികിത്സിക്കാൻ ആശുപത്രിയിൽ പോയത് തിരുവനന്തപുരത്ത് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനെ ഏറെ ദൂരമില്ലാത്ത ആശുപത്രിയിലാണ്, എല്ലാവർക്കും അറിയാം. ഈ സമയത്ത് ആ രാഹുലിനെ ടെലിഫോണിൽ വിളിച്ച മാധ്യമ പ്രവർത്തകർ ഒരാളാണ് ഞാൻ. ചേട്ടാ, ഞാൻ ഇന്ന ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞാണ് രാഹുൽ സംസാരിച്ചത്. ഇവിടുത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിനും ഇന്റലിജൻസിനും ഒന്നും രാഹുൽ ഇത്രയും ദിവസം ഈ ആശുപത്രിയിൽ കിടന്നത് അറിയത്തില്ലായിരുന്നു. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയതേ ഉള്ളൂ. പനി മാറിയിട്ടില്ല, പനിക്കിടക്കയിലാണ്. വീട്ടിൽ വന്ന് അമ്മയുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അമ്മയ്ക്കുണ്ടാവുന്ന മാനസികാഘാതം ഭരണാധികാരിയായ മുഖ്യമന്ത്രിക്ക് നൽകുന്ന സന്തോഷമായതുകൊണ്ടാണ് ഈ വൃത്തികേടിന് കൂട്ടുനിന്നത്. ബുദ്ധി അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുമോ? ഒന്ന്, ഒരമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനായ മകനെ തടവിലാക്കാൻ ശ്രമിച്ചാൽ അമ്മമാരുടെ മനസ്സൊക്കെ നീറും. അത് സഖാവാണെങ്കിലും അമ്മയുടെ മനസ്സ് നീറും. ഒന്ന്. രണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഇതിനേക്കാൾ വലിയ ഉണർവുണ്ടാകാനുണ്ടോ? നാടുനീളെ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങിയിരിക്കുന്നു. അവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ വിവരമറിഞ്ഞ് പോലീസ് വാഹനത്തിന് മുൻപിൽ കിടന്നു. അവിടെ തുടങ്ങിയ പ്രതിഷേധമാണ്. അവിടെ മുതൽ തിരുവനന്തപുരം വരെ പ്രതിഷേധത്തെ നേരിട്ടുകൊണ്ടാണ് പോലീസിന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞതും കോടതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞതുമൊക്കെ. കോടതിയിൽ ഹാജരാക്കുന്നു. ഒരുപക്ഷെ വീഡിയോ പുറത്തു വരുമ്പോഴേക്കും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയെന്ന് വരാം. ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഈ നാടകത്തിന്റെ ഗുണമാർക്കാണ് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രമേ കോൺഗ്രസ്സുകാർ തെരുവിലിറങ്ങാറുള്ളൂ. അല്ലാതെ 24 മണിക്കൂറും തെരുവിലിരുന്ന് പിരിക്കുന്ന CPM-കാരുടെ രീതി അല്ല കോൺഗ്രസ്സുകാരുടേത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉശിരുള്ള ഒരു ചെറുപ്പക്കാരൻ പ്രസിഡന്റ് ആയതോടെ ആകപ്പാടെ ഉണർന്നിരിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. നമ്മൾ കണ്ടു, നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നവകേരള സദസ്സിനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യം അതിനെതിരെ പ്രതിഷേധത്തിനുണ്ടാകാൻ കാരണം യൂത്ത് കോൺഗ്രസിന്റെ നട്ടെല്ലാണ്. അങ്ങനെ ഒരു ഊർജം സ്വരൂപിച്ച് ആവേശത്തോടെ മുമ്പോട്ട് പോവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ. അപ്പോഴാണ് രാഹുലിനെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക എന്ന ഉദ്ദേശവുമായി പിണറായിയുടെ പോലീസ് രംഗത്തിറങ്ങുന്നത്. ഇന്ന് തിരുവനന്തപുരം കണ്ട പ്രതിഷേധം, ആ പ്രതിഷേധം അതിശക്തമാണ്. എവിടെ നിന്നാണ് ഇത്രയും യൂത്ത് കോൺഗ്രസ്സുകാർ എത്തിയത്? എവിടെ നിന്നാണ് ഇത്രയും ആത്മവിശ്വാസം ഇവർക്ക് കിട്ടിയത് എന്ന് ചോദിക്കുകയാണ് കോൺഗ്രസ്സുകാർ. സാധാരണ കോൺഗ്രസ്സുകാർ ഷെല്ല് കാണുമ്പോഴും ലാത്ത് കാണുമ്പോഴും ഓടി രക്ഷപ്പെടുന്നവരാ. പക്ഷെ അതൊക്കെ പഴയ കാലം. യൂത്ത് കോൺഗ്രസ്സുകാരും KSCക്കാരും അടി കിട്ടിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങുന്നു. അവർ രാഹുലിനൊപ്പം നെഞ്ചു വിരിച്ചു നിൽക്കുന്നു. രാഹുലാവട്ടെ ഭയം ലെവലേശമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് പോലീസിനെ വെല്ലുവിളിക്കുന്നു, പിണറായിയെ വെല്ലുവിളിക്കുന്നു. ഞാൻ 20 ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. എന്റെ വീടിന്റെ ബെഡ്റൂം നോക്കിയിട്ട് അമ്മയുടെ മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്യണമെന്നുള്ളത് പിണറായി വിജയന്റെ തീരുമാനമാണ്. നടക്കട്ടെ. അങ്ങനെ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. എന്തെങ്കിലും പ്രയോജനം സർക്കാരിനുണ്ടോ? എന്തെങ്കിലും പ്രയോജനം CPM-നുണ്ടോ? പ്രയോജനം മുഴുവൻ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനുമാണ്. തണുത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസിനെ സജീവമാക്കാൻ വടി കൊടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ ആരാണ് ഇതൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്നത് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ. കേരളത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുക. BJP-യുടെ പ്രസിഡന്റായ K. സുരേന്ദ്രൻ മാറിയത് പിണറായി സഹായിച്ചതുകൊണ്ടാണ്.
സുരേന്ദ്രൻ ശബരിമല പ്രക്ഷോഭത്തിൽ ജനങ്ങൾക്കൊപ്പം ഭക്തർക്കൊപ്പം നിന്നപ്പോൾ അതിന്റെ പേരിൽ വധശ്രമത്തിന് വരെ കേസെടുത്ത് ജയിലിൽ അടയ്ക്കുന്നു, കോടതികളിൽ നിന്നും കോടതികളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ സുരേന്ദ്രൻ കേരളത്തിലെ ഏറ്റവും വലിയ ഹീറോയായി മാറുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം വോട്ട് നേടുന്നു സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാകുന്നു. ഇത്തരത്തിൽ ഒരു നേതാവിനെ ഉയർത്തിയെടുക്കുക എന്ന ദൗത്യം എന്തുകൊണ്ടാണ് പിണറായിയും അദ്ദേഹത്തിന്റെ പോലീസും ഏറ്റെടുക്കുന്നതെന്ന് മാത്രമേ മനസ്സിലാവാത്തതുള്ളൂ. മറുനാടനെതിരെ പിണറായിയും പോലീസും വേട്ടയാടാൻ തുടങ്ങിയപ്പോഴാണ് സാധാരണക്കാർക്കിടയിലേക്ക് പോലും മറുനാടൻ പ്രചരിച്ചത്. അന്ന് ആ വേട്ടയാടലിന് ശേഷം മറുനാടന്റെ പ്രേക്ഷകരുടെ എണ്ണം ഏതാണ്ട് ഇരട്ടിയായി മാറി. ഇത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? ഇവർ ചെയ്യുന്നതൊക്കെ വൃത്തികേടാണെന്നും ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തിയാണെന്നും ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലെ നല്ല സമയം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഒരു പൊതുപ്രവർത്തകൻ പോലീസിനാൽ വേട്ടയാടപ്പെടുമ്പോൾ, അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, അതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ പൊതുപ്രവർത്തകന്റെ പ്രാധാന്യം സമൂഹം തിരിച്ചറിയുന്നത്. ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാന്നിധ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ അറസ്റ്റ് നാടകം രാഹുലിനെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഒരു സ്ഥാനാർത്ഥിയാക്കി മാറ്റിയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. കോൺഗ്രസുകാർ പ്രതീക്ഷിക്കുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയായ സതീശനെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ്. എങ്കിൽ മാത്രമേ കളം ചൂടുപിടിക്കൂ. എന്തായാലും പിണറായി ഇങ്ങനെയാണ് കലിപ്പ് തീർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകും. അതിന് ഗുണഭോക്താക്കളായി മാറുന്നത് ഈ വേട്ടയാടലിന് ഇരയാവുന്ന നേതാക്കളാണ്. രാഹുലെ, താങ്കളുടെ സമയം നല്ലതാണ്. ജാമ്യാപേക്ഷയുമായി പോവരുന്ന അപേക്ഷയാണ് എനിക്കുള്ളത്. അകത്ത് കിടക്കട്ടെ. സുരേഷ് ഗോപി കാണിച്ച അബദ്ധമാണ് മുൻകൂർ ജാമ്യത്തിന് പോയത്. അങ്ങനെ ചെയ്യരുതെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അവർ പങ്കെടുത്ത സമരത്തിന്റെ പേരിൽ ജയിലിലാകുമ്പോൾ അത് സ്വാഭാവികമായും രാഷ്ട്രീയമായി ഉയർച്ചയെ ഉണ്ടാക്കൂ. കാരണം ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് സമരത്തിന്റെ പേരില്ല. വാസ്തവത്തിൽ പിണറായിയും പോലീസും വിചാരിച്ചിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ മറ്റേ വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റ് കേസിൽ അറസ്റ്റ് ചെയ്യാമെന്നാണ്. പിണറായിക്ക് കട്ടക്കലിപ്പാണ്. മാത്യു കൊഴുനാടനെ തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. ആ ശ്രേണിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി വരുമ്പോൾ അത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ അത് ചീറ്റിപ്പോയി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ വ്യാജ വോട്ടേഴ്സ് ലിസ്റ്റ് കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അവർ കുറെ ശ്രമിച്ചു. രാഹുൽ ആവട്ടെ നെഞ്ചു വിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു. ഇതോടെ പോലീസിന് തന്ത്രങ്ങൾ പാളിപ്പോയി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ നാടകം കൊണ്ട് ഗുണമുണ്ടാവുക രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസിനുമാണ്. യൂത്ത് കോൺഗ്രസിനെ കൂടുതൽ സജീവമാക്കും. ഷാഫി പറമ്പിൽ എത്ര ആവേശത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. ഷാഫി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഇത്ര ആവേശം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആവേശഭരിതനായിരിക്കുന്നു. വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ ഒന്നും പിണറായിയോട് പറയാനില്ല.